മാവേലിക്ക് ചൂടാനുള്ള ഓലക്കുട നിർമ്മിക്കുന്നതിന്റെ തിരക്കിലാണ് കണ്ണൂർ തളിപ്പറമ്പ് കീഴാറ്റൂർ സ്വദേശി ഗോവിന്ദനും ഭാര്യ ലളിതയും. മാവേലി വേഷം കിട്ടുന്നവർക്ക് ഒഴിച്ചുകൂടാനാകാത്തതാണ് ഓലക്കുട എന്നതിനാൽ ദൂരദേശത്ത് നിന്ന് പോലും നിരവധി പേരാണ് ഗോവിന്ദന്റെ വീട് തേടി എത്തുന്നത്. ഓണത്തിനെത്തുന്ന മാവേലി പൂർണ്ണമാകണമെങ്കിൽ കയ്യിലൊരു ഓലക്കുട കൂടി വേണം. അതുണ്ടാക്കുന്നതിൽ വിദഗ്ധനാണ് തളിപ്പറമ്പ് കീഴാറ്റൂർ സ്വദേശി ഗോവിന്ദൻ. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഗോവിന്ദൻ ഈ ഓലക്കുട നിർമ്മാണം. വർഷങ്ങളുടെ പഴക്കമുണ്ട് അതിന്. ചെറുപ്പം മുതൽ അച്ഛൻ കുടയുണ്ടാക്കുന്നത് കണ്ടുപഠിച്ചാണ് ഗോവിന്ദൻ ഓലക്കുട നിർമ്മാണ രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് ഇതൊരു വരുമാന മാർഗമായി സ്വീകരിച്ചു. കുടപ്പനയുടെ ഓലയും മുളയുടെ കാലും ഓടയുടെ ഇല്ലിയും ഉപയോഗിച്ചാണ് ഈ ഓലക്കുടയുടെ നിർമ്മാണം. അച്ഛൻ്റെ പ്രവർത്തനം കണ്ട് പഠിച്ചതാണ് ഞാൻ ഈ ഓലക്കുട. ഇത് ഞാൻ 13-ാം വയസ്സിലെ ഈ പണി പഠിച്ചിരുന്നു. പക്ഷേ എടുക്കാൻ കുറേ ഇടക്കാലത്ത് നിർത്തിവെച്ചു. അച്ഛനൊക്കെ മരിച്ചു. പിന്നെ ഈ പണി നാട്ടിപ്പണി പിന്നെ സ്കൂളിലേക്ക് കുട അതൊന്നും വേണ്ടാണ്ടായി. അങ്ങനെ വരുമ്പോൾ കുടയിട്ട് നിർത്തി. ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്ന് ഓരോരോ കുടക്ക് വരും, അത് കൊടുക്കും. പിന്നെ കല്യാണ ആവശ്യങ്ങൾക്ക് കൊടുക്കും. പിന്നെ കൂടാതെ ഇപ്പോൾ ഓണത്തിൻ്റെ ഈ സമയത്ത് മാവേലിക്ക് ചൂടാനുള്ള കുട പല ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഓണക്കാലത്ത് മാവേലിക്ക് ഓലക്കുട നിർമ്മിച്ചു നൽകുന്ന ഗോവിന്ദന് ഉത്സവകാലത്തും കുടകൾ ഏറെ ചെലവാകാറുണ്ട്. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഓലക്കുട നിർമ്മാണത്തിന് എല്ലാ സഹായങ്ങളും ചെയ്ത് ഭാര്യ ലളിത കൂടെ തന്നെ ഉണ്ടാകും. ആളുകളുടെ ആവശ്യം അനുസരിച്ചാണ് ഇദ്ദേഹം കുടയുണ്ടാക്കാറുള്ളത്. ഇത്തവണയും മാവേലി വേഷം കെട്ടുന്നവർക്കായി നിരവധി ഓലക്കുടയാണ് ഗോവിന്ദൻ നിർമ്മിച്ചു നൽകിയത്. ജനം, കണ്ണൂർ.